എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓർമ്മ നമുക്ക് ഒരു അനുഗ്രഹമാണ്. മറവി ചിലപ്പോൾ ഒരു രോഗമാണ്. ആത്മീയതയിലും ആ ഒരു രോഗം വന്നേക്കാം, സ്പിരിച്വൽ ഡിമെൻഷ്യ. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്, ഇന്ന് ഓർമ്മയുടെ ദിവസമാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്ത ആ ഒരു അനുഭവത്തെ നാം വളരെ പരിഭാവനയോടെ ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ദിവസം. കർത്താവ് അന്ത്യ അത്താഴം ആചരിച്ചപ്പോൾ ഈ പെസഹ ആചരിച്ചത് മറ്റൊരു ഓർമ്മയുടെ സമയമാണ്. ഇത് എനിക്കൊരു ഓർമ്മ ദിവസമാകും എന്നുള്ള പുറപ്പാട് പുസ്തകത്തിലെ കൽപ്പന. പാസോവർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംഹാരദൂതൻ കടന്നു പോകുന്ന ഒരു അനുഭവത്തെ കുറിക്കുന്നതാണ്. സംഹാരദൂതൻ കടന്നുപോയതിനെ ഇസ്രായേൽ മക്കൾ പിന്നീടുള്ള തലമുറ ഓർക്കുന്ന നടുക്കത്തിൻ്റെ ദിവസമാണ്. അതോടൊപ്പം അത് വിമോചനത്തിൻ്റെ ദിവസമാണ്. ആ ഓർമ്മ സജീവമായി നിലനിർത്തണം എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആചാരപരമായിട്ടുള്ള ചില പ്രത്യേകതകളും യഹൂദന്മാരിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിൽ എപ്രകാരമാണോ അന്ന് തിടുക്കത്തിൽ കഴിച്ച ഭക്ഷണം, തിടുക്കത്തിൽ കഴിച്ച പാനീയം, തിടുക്കത്തിലുള്ള യാത്ര, ഇതെല്ലാം സ്മരിക്കത്തക്ക വിധത്തിലാണ് ഓരോ കുടുംബവും അത് ക്രമീകരിക്കുന്നത്. ഇവിടെ ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ നാം ഓർക്കുന്നതും ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ആചരിച്ച ആ ഒരു അനുഭവത്തെയാണ്. തിരുവത്താഴം ആചരിക്കുന്ന എല്ലാ സഭകളിലും തിരുവത്താഴത്തിൻ്റെ യൂക്കറിസ്റ്റിക് വേഴ്സ് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മരിക്കുന്നത്. ആ ഓർമ്മ പറയുമ്പോൾ പറയുന്ന ഓർമ്മ കർത്താവും ശിഷ്യന്മാരുമായിട്ട് അത്താഴം കഴിച്ചത് മാത്രമല്ല, പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ അപ്പമെടുത്തു. രാത്രിയാണ്, ശിഷ്യന്മാരുണ്ട്, പക്ഷെ ആ രാത്രി ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയാണ്. ഒറ്റിക്കൊടുക്കുവാനായിട്ട് കാശ് പറഞ്ഞൊത്ത ശിഷ്യൻ കൂടെ ഇരിക്കുന്നത് മനസ്സിലാക്കിയ ഗുരു ആ ശിഷ്യനോട് എതിർത്തൊരു വാക്കും പറയാതെ അവനെ തൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെടുന്ന എൻ്റെ രക്തം. അത് എന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി പണം പറഞ്ഞൊത്ത് അഡ്വാൻസ് വാങ്ങി വന്നിരിക്കുന്ന ശിഷ്യനോട് ചേർന്നാണ്. അത് ആരാണെന്ന ചോദ്യം ആ ഒരു കർത്തൃമേശയിൽ ഉയരുന്നുണ്ട്. ആരാണെന്ന് കർത്താവ് പറയുന്നില്ല, മറിച്ച് ആദ്യം താൻ അപ്പം എടുത്ത് കൊടുക്കുന്നത് തൻ്റെ ഒറ്റുകാരനാണ്. ഓരോ തിരുവത്താഴ മേശയിലും നമ്മൾ കടന്നു വരുമ്പോൾ ഈ വാക്കാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ആ വാക്ക് നമുക്ക് വലിയ ഒരു ചലഞ്ചാണ് നൽകുന്നത്. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഒറ്റിക്കൊടുത്ത ആളോട് ചേർന്ന് കർത്താവ് ആചരിച്ച അത്താഴം നാം ആചരിക്കുമ്പോൾ ഇതിലാരാണ് ഒറ്റുകാർ? കർത്താവേ, ഞാനാണോ എന്ന ചോദ്യത്തിന് നമ്മുടെ ഉള്ളിൽ നിന്നും അത് ഉയരണം. എൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ എൻ്റെ വാക്കോ എൻ്റെ ചിന്തയോ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിൽ ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരണം ഓരോ തിരുവത്താഴത്തിലും. ഈ പെസഹ ദിനത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവിൻ്റെ മേശയാക്കി അരികിൽ നാം വന്നിരിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനായിട്ട് നാം കരങ്ങൾ നീട്ടുമ്പോൾ എൻ്റെ കരം എൻ്റെ കർത്താവിനെ ഒറ്റിക്കൊടുത്ത കരമാണോ? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുമാത്രമല്ല, ആ വ്യക്തിയെ കൂടെ സ്നേഹിക്കുന്ന കർത്താവാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. തിരുവത്താഴം ആചരിക്കുന്ന സമയത്ത് ഒരു വൈദികൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് യൂക്കറിസ്റ്റിക് പ്രേയേഴ്സിന് ശേഷം 4 deeds and 4 words പറഞ്ഞതിന് ശേഷം അപ്പം എടുക്കും. അപ്പം എടുത്ത് അപ്പം ഉയർത്തും. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയില്ലയോ എന്ന് പറഞ്ഞ് അപ്പം ഒന്ന് നുറുക്കും. ആ നുറുക്കുന്ന അപ്പം പിടിച്ച വൈദികൻ ബ്രോക്കൺ ബ്രെഡിലൂടെ, നുറുക്കപ്പെട്ട അപ്പത്തിലൂടെ വീക്ഷിക്കുന്നത് സഭയിലിരിക്കുന്ന ജനങ്ങളെയാണ്. നുറുക്കപ്പെട്ട തകർന്ന ഹൃദയത്തോടു കൂടിയുള്ള ആളുകൾ സഭയിലിരിക്കുന്നു. ഒരു വൈദികന്, ആ സഭയെ അറിയുന്നൊരു വൈദികനാണെങ്കിൽ ഓരോ മനുഷ്യരുടെയും മുഖവും ഉള്ളിലെ ഭാവവും അവരുടെ വേദനയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ ക്രൈസ്റ്റ് ഈസ് ബ്രോക്കൺ, ദ ബോഡി ഈസ് ബ്രോക്കൺ. കർത്താവിൻ്റെ തകർന്ന ഈ ഒരു ശരീരം, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ കാണുന്ന ശരീരം. കർത്താവെ, അങ്ങയുടെ മക്കളെ, തകർന്ന ഹൃദയങ്ങളുമായിരിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥന ഒരു വൈദികൻ്റെ ഹൃദയത്തിൽ ഉയരും. തകർക്കപ്പെട്ട കർത്താവ്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ വേദനകളെ അറിയുന്ന കർത്താവ് കൂടിയാണ് എന്ന് നാം മറന്നു പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ കാണുന്ന ഏറ്റവും സവിശേഷമായ ഭാഗമുണ്ട്. അവിടെ യൂക്കറിസ്റ്റിക് പ്രേയേഴ്സ് കാണുന്നില്ല, മറിച്ച് അവിടെ കാലുകഴുകൽ ശുശ്രൂഷയാണ് കാണുന്നത്. യേശു ഒരു പാത്രമെടുത്തു, അതിൽ വെള്ളമെടുത്തു, അരയിൽ തുവർത്ത് ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകാനായിട്ട് ആരംഭിച്ചു. ഒരു ഗുരു ചെയ്യുന്ന ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു മോഡൽ, ഒരു സർവൻറ്റ് ലീഡറിനെ കാണാനായിട്ട് സാധിക്കും. തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന യേശു. ഈ കാല് കഴുകിയത് യൂദായുടെ കാലുമുണ്ട്. യൂദായുടെ കാല് യേശു കഴുകുമ്പോൾ യൂദായുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്തൊക്കെയായിരിക്കാം? 2 ചിന്തകളുടെ മധ്യേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള യൂദയാണ്
നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച കാണാനായിട്ട് സാധിക്കും. ഒരു ഭാഗത്ത് തൻ്റെ ഗുരുവിനോടുള്ള സ്നേഹം, മറ്റൊരു ഭാഗത്ത് ധനത്തോടുള്ള ആർത്തി, ഇതിനിടയിൽ ജീവിക്കുന്ന മനുഷ്യർ. ഈ പെസഹ ദിനത്തിൽ നമുക്കൊരു പാഠം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഗുരുവിനെ കാണുന്നത്, എപ്രകാരമാണ് നമ്മുടെ ധനത്തെ കാണുന്നത് എന്നതും ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കഥയുണ്ട്. അതിപ്രകാരമാണ്. തൻ്റെ ആശ്രമത്തിലെ ഒരു ശിഷ്യൻ ആശ്രമത്തിലെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല എന്ന് ഗുരുവിന് മനസ്സിലായി. അതുമാത്രമല്ല, ചില അസാൻമാർഗിക പ്രവർത്തനത്തിൽ ശിഷ്യൻ ഏർപ്പെടുന്നു എന്നും ഗുരുവിന് മനസ്സിലായി. ഒരു ദിവസം ഗുരു നോക്കുന്ന സമയത്ത് ഈ ശിഷ്യൻ രാത്രി 11 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം മതിൽ ചാടി പുറത്തേക്ക് എവിടെയോ യാത്ര ചെയ്യുകയാണ്. പ്രഭാതത്തിലാണ് അവൻ തിരിച്ചു വരുന്നത്. ഇത് മനസ്സിലാക്കിയ ഗുരു വളരെ പ്രയാസത്തോടുകൂടെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരു ദിവസവും വീണ്ടും ഈ ശിഷ്യൻ മതിൽ ചാടി അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കായിട്ട് പോയത് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ശിഷ്യൻ തിരിച്ചു വരികയാണ്. കരയിലയുടെ അനക്കം. മതിലിൻ്റെ അരികിലേക്ക് ആ ശിഷ്യൻ എത്തുന്നു. ശിഷ്യൻ മതിലിൽ കയറി പോകുമ്പോൾ വെച്ചിരുന്ന ആ സ്റ്റൂളിൽ ചവിട്ടി താഴേക്ക് ഇറങ്ങുവാനാണ് ശിഷ്യൻ്റെ പദ്ധതി. അപ്രകാരം ശിഷ്യൻ ആ സ്റ്റൂളിൽ ചവിട്ടിയപ്പോൾ ആ സ്റ്റൂളിന് കട്ടിയില്ല, മറിച്ച് ഒരു മാർദ്ദവമുള്ള ഏതോ ഒരു സ്ഥലത്താണ് ചവിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് ചാടി ഇറങ്ങി നോക്കിയപ്പോൾ തൻ്റെ ഗുരു ആ സ്റ്റൂൾ എടുത്തു മാറ്റി അവിടെ കുനിഞ്ഞു നിൽക്കുകയാണ്. ശിഷ്യനോട് തൻ്റെ പുറത്ത് ചവിട്ടി അകത്തേക്ക് കയറാൻ. അതിനുശേഷം ഗുരു ഒരു ഉപദേശവും കൊടുത്തു. മകനെ, രാത്രിയാണ്, മഞ്ഞുണ്ടാകും, തലയിൽ ഒരു തുണിയെങ്കിലും കെട്ടാമായിരുന്നു. ഗുരുവിൻ്റെ മുതുകത്ത് താൻ ചവിട്ടി, ഗുരുവിൻ്റെ ഹൃദയത്തെ താൻ വേദനിപ്പിച്ചു. ഗുരുവിൻ്റെ ഹൃദയം അറിയാതെ പോയി. ആ ശിഷ്യൻ തകർന്നു പോയി. അതിനുശേഷം ആ ശിഷ്യൻ ഒരിക്കലും അപ്രകാരം ഒരു പ്രവൃത്തി തുറന്നിട്ടേയില്ല. യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും കാലുകൾ കഴുകുവാനായിട്ട് കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ, തിരുവത്താഴത്തിൽ നമുക്ക് അപ്പം നുറുക്കി തരുമ്പോൾ ഹൃദയം വേദനിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി, നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. ഈ പെസഹ വ്യാഴാഴ്ച മറ്റൊരു ചിന്തയിലേക്കും കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഒരു വൈദികൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വേദന എന്ന് പറയുന്നത്, തിരുവത്താഴ മേശ വിശ്വാസികൾക്കായിട്ട് ഒരുക്കുന്നു. എത്ര ആളുകളുണ്ടെന്ന് ഏകദേശ കണക്കനുസരിച്ചാണ് തിരുവത്താഴ മേശ ഒരുക്കുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ തിരുവത്താഴത്തിന് യോഗ്യതയുള്ള ആളുകൾ തിരുവത്താഴ മേശയിലേക്ക് വരാതെ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കൺഫർമേഷൻ കഴിഞ്ഞതാണ്, അവർക്ക് തിരുവത്താഴം സ്വീകരിക്കുവാനുള്ള പ്രാപ്തിയുണ്ട്, മേശ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാലും ആ ക്യൂവിൽ തന്നെ അവരിയ്ക്കുന്നു. പക്ഷേ ഇവിടെ അവരുടെ അപ്പം തിരുവത്താഴ മേശയെങ്കിൽ ബാക്കിയായി വരുന്നു. നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ബാക്കി വന്ന അപ്പം വൈദികൻ കഴിക്കാറുണ്ട്. അപ്പം സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവരും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് സഭ അനുവദിച്ചിട്ടുള്ളവരും തിരുവത്താഴ ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അപ്പവും തങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും തിരുമേശയിൽ അവശേഷിപ്പിച്ചുകൊണ്ട് സ്വന്തം സീറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് അതെത്ര വേദനാജനകമാണ്. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാണ്. ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ രക്തം. കർത്താവ് അരുളി ചെയ്യുകയാണ് തൻ്റെ ശിഷ്യന്മാരോട്. മാത്രമല്ല നമ്മോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഇത് നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം കർത്താവിൻ്റെ ശരീരമാകുക എന്നൊരു അനുഭവമുണ്ട്. കർത്താവിൻ്റെ രക്തം നമ്മുടെ രക്തത്തിലാവുക എന്നൊരു അനുഭവമുണ്ട്. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുക, ക്രിസ്തുവിൻ്റെ രക്തമായി തീരുക. അക്വിനാസൊക്കെ പറയുന്നത് പോലെ ക്രിസ്റ്റിഫിക്കേഷൻ എന്നൊരു അനുഭവമുണ്ട്. ക്രിസ്തുവൽക്കരണം, ക്രിസ്ത്യാന്വീകരണം എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവായി തീരുകയും ക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുക എന്നൊരു അനുഭവത്തിലേക്കാണ് ഈ തിരുവത്താഴ മേശ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെസഹ വ്യാഴാഴ്ച ഓർമ്മയുടെ ദിവസം, സ്പിരിച്വൽ ഡിമെൻഷ്യ ഇല്ലാത്തവരായിട്ട് നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒറ്റുകാരന് തിരുവത്താഴം നൽകിക്കൊടുത്ത രാത്രിയാണ്, ശിഷ്യന്മാരുടെ കാല് കഴുകിയ രാത്രിയാണ്. നമുക്ക് എളിമയുള്ളവരാകാം, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറയാം. കർത്താവിനെ എപ്പോഴെങ്കിലും ഒറ്റിക്കൊടുക്കുന്നവരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ എന്നോട് പൊറുക്കണമേ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഏറ്റവും അർത്ഥവത്തായിട്ട് ഒരു പെസഹ വ്യാഴാഴ്ച ആചരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.